യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സൈന്യങ്ങളുടെ യഹോവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മാത്രം ഉണ്ടാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടുവരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ശക്തിയോടും നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ദൈവം വലിയവൻ അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്തോത്രം ആരിലും ശ്രേഷ്ഠമായി നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം, ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. സകല സ്തുതികൾക്കും സ്തോത്രത്തിനും യോഗ്യനായിരിക്കുന്ന അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് ഉയർത്തുവാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാം. യഹോവ എന്നൊരു നാമം നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഈ പ്രഭാത ചിന്തയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷകൾ നശിച്ചു വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തിക്കായി സ്വർഗത്തിൽ ദൈവം ഒരു കാറ്റടിപ്പിക്കും. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ പ്രതീക്ഷകളൊന്നും കാണത്തില്ലായിരിക്കും മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവേ. പക്ഷേ മാനസികമായ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും മാനസികമായ പ്രതീക്ഷകൾ നശിച്ചു പോകുമ്പോഴും ഒരു ദൈവപ്രവൃത്തിക്കായി സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റ് അടുപ്പിക്കും. തിരുവചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സാത്താൻ പലയിടങ്ങളിൽ കാറ്റടിപ്പിച്ചു. നാശം വിതച്ചിട്ട് പോയപ്പോ, ഇല്ലായ്മ ചെയ്തിട്ട് പോയപ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി എവിടേക്ക് കാറ്റ് അടിപ്പിക്കുവാനായിട്ട് ഇടയത്തിരുന്നു, അവിടെ വന്നു ചേരുവാനായിട്ട് ഇടയത്തിരുന്നു. അവരുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് മുന്നിൽ വന്ന് നിൽക്കുവാനായിട്ട് ഇടയത്തിരുന്നു. മുമ്പിൽ തുറക്കേണ്ട വാതിലുകൾ തുറക്കുവാനായിട്ട് ഇടയത്തിരുന്നു. അത് ചിതറിക്കിടന്നതൊക്കെ ഒരുമിച്ച് ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ അടുക്കൽ എത്തേണ്ട നന്മ നിങ്ങളുടെ അടുക്കൽ എത്തേണ്ടതിനായിട്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ വഴികൾ തുറക്കേണ്ടതിനായിട്ട്, നിങ്ങളുടെ മേൽ ചിതറിക്കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടാതെ അത് ചിതറിക്കിടക്കുന്ന അനുഭവങ്ങൾ മാറി ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിറവേറേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, അങ്ങനെ തന്നെ ഈ പകൽക്കാലം വിശ്വസിക്കാം. പ്രതീക്ഷകൾ നശിച്ചു കിടക്കുന്ന വിഷയങ്ങളുടെ നടുവേ ദൈവപ്രവർത്തിക്കായിട്ട് എത്ര പേർ ഈ പകൽക്കാലം വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാ. ഹല്ലേലൂയ. ആശകൾ അറ്റുപോയ വിഷയങ്ങളായിരിക്കാം, ഇവിടെ കൊണ്ട് അവസാനിക്കുക, ഇവിടെ കൊണ്ട് തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിനക്കൊരു വിശ്വാസം ഈ പകൽക്കാലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാം. ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം തന്റെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പല സാഹചര്യങ്ങളായിട്ട് കാറ്റടിപ്പിക്കുന്ന അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് ഇറച്ചി തിന്നണം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ ഭാരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ദൈവം ഒരു കാറ്റടിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതായത് സംഖ്യാപുസ്തകത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോ 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അനന്തരം യഹോവ അയച്ചൊരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തു പറന്നു
നിൽക്കുമാറാക്കി. പ്രിയതേ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെങ്ങനെ ഇറച്ചി തിന്നും എന്നുള്ള ആ ഉള്ളതൊക്കെ കടന്നു വന്നപ്പോ, ഒരു ഭാരം കടന്നു വന്നപ്പോ എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്ത ഒരു കാര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ ചില ആഗ്രഹങ്ങളെ നിറവേറ്റേണ്ടതിനു വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം അയച്ച ഒരു കാറ്റ് നിനക്ക് വേണ്ടി ഊതും. ഹല്ലേലൂയ. അതെ, ചിലത് നിന്റെ മുമ്പാകെ വന്ന് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അതെ, ആ കാറ്റ് ഊതുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ കടന്റെ ആകത്തി കിടന്ന തിമിംഗലയുടെ തലകളെ ഉടച്ച് ലിബ്യതാന്റെ തലകളെ തകർത്ത് കാടകളെ കടലിൽ നിന്ന് കൊണ്ടുവന്ന് പാളയത്തിന്റെ മുമ്പാകെ നിർത്തിക്കൊടുത്ത ഒരു സ്വർഗത്തിലെ ദൈവത്തെ എത്ര ഞാൻ നിങ്ങളും സ്തോത്രം ആരാധിക്കുന്നത്. ജീവിതത്തിനകത്ത് ചെറിയ ആഗ്രഹങ്ങൾ കാണുമായിരിക്കാം. ഇന്നത് നടന്നുവെങ്കിൽ, ഇന്ന പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ എന്നൊക്കെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അത്രയും നമുക്കുള്ളത്. സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, അതിനുവേണ്ടി അടിച്ച ഒരു കാറ്റിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. അത് 78-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ ശക്തിയെ കിഴക്കാൻ കാറ്റ് വരുത്തി. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ മക്കളെ, നിന്നിലേക്ക് എത്തേണ്ട കരുതലുകൾ റൂട്ട് മാറി പോകാതിരിക്കേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിനെ വരുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ഒരു കാറ്റും കടന്നു വരാൻ സാധ്യത ഇല്ലായിരിക്കാം. ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാ, ഈ ലോക മനുഷ്യരുടെ ശക്തിയാലല്ല, ഹല്ലേലൂയ, അല്ലെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാ. ആകാശത്തിന്മേലും ഭൂമിമേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാ ഒരു കിഴക്കൻ കാറ്റ് വരുത്തിയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ നടക്കേണ്ടതിനായിട്ട്, ഒരു കരുതൽ വെളിപ്പെടേണ്ടതിനായിട്ട്, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ നിറവേറ്റേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാ ഒരു കിഴക്കൻ കാറ്റിനെ ദൈവം വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെ വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടത്തിലും ചുറ്റിലും അവരെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അവർ തിന്ന് തൃപ്തി പ്രാപിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവം അവരെ മാംസത്തെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പൊഴിച്ചു കൊടുത്തുവെങ്കിൽ ഈ പകൽക്കാലം ചില നന്മയുടെ ഉറവകൾ നിനക്ക് വേണ്ടി പൊഴിച്ചു തരുന്ന പകൽക്കാലം അത്രേ. ഒരു മനുഷ്യനും നിന്നെ സഹായിക്കാൻ കാണത്തില്ലായിരിക്കാം, ഒരു മനുഷ്യന്റെ കരവും നിനക്ക് വേണ്ടി ചലിക്കാനില്ലായിരിക്കാം. പക്ഷെ എന്റെ ദൈവത്തിന്റെ കരം അവിടെ കാണുന്നു. ഹല്ലേലൂയ. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കിഴക്കൻ കാറ്റിനെ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ പാളയത്തിന്റെ ചുറ്റും ഹല്ലേലൂയ ചില വിടുതലുകളെ ദൈവത്തെ അവരെ കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ തിന്നു തൃപ്തരായി തീർന്നു. അവരുടെ സ്തോത്രം വിശപ്പടക്കി എന്നല്ല കാണുവാൻ സാധിക്കുന്നു, അവർ വേണ്ടും വണ്ണം തിന്നു തൃപ്തരായി തീർന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. തൃപ്തി വരാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ചില തൃപ്തിയുടെ അനുഭവങ്ങളെ ദൈവം തരുവാനായിട്ടിടയത്തിനും. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു, യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു. അവരെ തിന്ന് തൃപ്തരായ ശേഷം യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ശേഷിച്ചതാകുന്ന ഒരു കൂമ്പാരം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഒരു ശേഷിപ്പുമില്ലാതെ നിന്റെ സ്തോത്ര ജീവിതം മാറി മറിഞ്ഞുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കഴിച്ച് തൃപ്തരായ ശേഷം ചില ശേഷിപ്പുകൾ നിന്റെ കൂടാരത്തിന്റെ നടുവിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിലെ ആഗ്രഹത്തെ ചെയ്തു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. പറയുന്നില്ല, എന്റെ ആഗ്രഹത്തെ ആര് നിറവേറ്റി തരും, എന്റെ ആഗ്രഹത്തെ ആര് എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് നീ ചോദിക്കുന്നില്ലേ? നിന്റെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാ, നിന്റെ ആഗ്രഹത്തെ നിന്റെ പാളയത്തിന് ചുറ്റും കൊണ്ട് പൊഴിച്ചു തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ അത്രേ ഞാൻ
ഞാനും നിങ്ങളും ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. തന്റെ ശക്തിയ ചില കാറ്റുകളെ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം അടുപ്പിക്കുവാനായിട്ട് ഇടയത്തില്ല. ചിലതൊക്കെ നിങ്ങളുടെ മുമ്പേ കൊണ്ടുവന്ന പാളയത്തിന് ചുറ്റും പൊഴിച്ചു തന്നുകൊണ്ട് നിങ്ങളെ തൃപ്തരാക്കിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഇടത്തേക്ക് കൊണ്ട് എത്തിക്കുന്ന സർവ്വവല്ലഭന്റെ കരത്തെ ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഒരു കാറ്റ് നിങ്ങൾക്ക് വേണ്ടി അടുപ്പിക്കും. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം തന്റെ മഹാശക്തിയുള്ള ഒരു കാറ്റടുപ്പിച്ചു. എവിടെയാ കാണുവാൻ സാധിക്കുന്നത്? തന്റെ ജനത്തെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. എന്നാൽ മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോനും സൈന്യവും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോ പുറപ്പാട് 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 21-ാം വാക്യത്തിൽ കാണുന്നു, മോശ കടലിന്മേ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവന് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും വെള്ളം വേർപിരിക്കാൻ മാനുഷികമായ രീതി ചിന്തിച്ചു കഴിഞ്ഞ സാധ്യതയില്ല. അവർക്ക് വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഹല്ലേലൂയ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ അന്ന് രാത്രി മുഴുവനും. പ്രിയ ദൈവമക്കൾ, ഒരു മനുഷ്യന്റെ കാറ്റിനല്ല നീ വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ കാറ്റിനാ നിന്റെ മുമ്പാകെ ചിലത് തുറക്കാൻ പോകുക. 2026 അങ്ങനെ തന്നെ വിശ്വസിച്ചു തുടങ്ങ്. അതേ ഒരു മാനുഷികമായ കരുതലിലേക്ക്, മാനുഷികമായ വിടുതലിലേക്ക് നോക്കുന്നതിനപ്പുറമായി എന്റെ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്ക്. എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില കാറ്റുകളെ അടുപ്പിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ ഭയപ്പെട്ട് നിന്ന ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി യഹോവയെ ദൈവം, ഹല്ലേലൂയ, അവിടെ കാണുവാൻ സാധിക്കുന്നു. അന്ന് രാത്രി മുഴുവന് അവർ എന്നാണ് ഭയപ്പെട്ടത് മിസ്രയീമിനെ കണ്ടുകൊണ്ട്? ഏത് രാത്രിയാണ് അവർ നിലവിളിക്കുവാൻ തയ്യാറായ? അന്ന് രാത്രി മുഴുവന് ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവ തന്റെ മഹാശക്തി ഹല്ലേലൂയ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ചു. ഹല്ലേലൂയ. ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് എന്ത് ചെയ്യുന്നു? കടലിനെ പിൻവാങ്ങിച്ചു. ഹല്ലേലൂയ. അവർ എന്ത് ചെയ്യുന്നു? ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഒരിക്കലും വേർപിരിഞ്ഞു മാറുകയില്ലെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളിയുടെ മുമ്പാകെ എന്റെ സ്വർഗത്തിലെ ദൈവം അതിനെ വേർപിരിച്ചു കളയേണ്ടതിനായിട്ട്, അതിനെ പിൻവാങ്ങിച്ചു കളയേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റ് തന്റെ മഹാശക്തിയാൽ അടിപ്പിക്കും. നാം നേരത്തെ പറഞ്ഞു കാടയെ കൊണ്ട് നിർത്തുക. തന്റെ ശക്തിയാൽ ഒരു കാറ്റടുപ്പിച്ചു. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് മുന്നോട്ട് പോകേണ്ടതിനു വേണ്ടി തന്റെ മഹാശക്തിയുള്ള ഒരു കാറ്റ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശക്തിയാ. ഹല്ലേലൂയ. മഹാശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ്, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? കടലിനെ പിൻവാങ്ങിച്ചു. ഈ പകൽക്കാലം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതികൂലമാകട്ടെ അതിന്റെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടുപ്പിച്ചു കഴിഞ്ഞാ ഏത് പിന്മാറത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയമോ അത് പിൻവാങ്ങി പോകും. ഹല്ലേലൂയ. അത് വേർപിരിഞ്ഞു മാറും. നിനക്ക് മുന്നിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. അങ്ങനെ വെള്ളം മതിലായി നിൽക്കത്തക്ക രീതിയെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാശക്തിയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിന്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് സ്തോത്രം നാം തിരിച്ചറിഞ്ഞു വേണം നാം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടെയാ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തിന്മേലും ഭൂമിമേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആ അധികാരത്തിന്റെ മുമ്പിൽ, ആ വാക്കിന്റെ മുമ്പിൽ സകലതും ഉളവായി വരുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരേണ്ടതിനായിട്ട് ഒരു മഹാശക്തിയുള്ള കാറ്റടുപ്പിക്കുമെന്ന് പറഞ്ഞ ഈ പൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ?
അതേ സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയാത്തവണ ആത്മീയത്തിൽ തടയപ്പെട്ട്, ഭൗതിക വിഷയത്തിന് തടയപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ വേർപിരിച്ച് കളയേണ്ടതിനായിട്ട് ചില ഉണങ്ങിയ നിലത്തുകൂടി നിങ്ങൾ കടന്ന് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കടക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ, എന്റെ ദൈവം തബ്ര നിങ്ങൾക്ക് വേണ്ടി ഒരു കാറ്റിനെ അടുപ്പിക്കുവാനായിട്ടിടയത്തിരും. അവിടെ കൊണ്ട് തീരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എന്ത് ചെയ്തു? താഴ്വരയിലെ ഉണങ്ങി അസ്ഥികളുടെ ഒരു ദർശനത്തെ നമുക്ക് 37-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടുത്തെ അസ്ഥികളുടെ അനുഭവം എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന അനുഭവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ യഹോവയായ ദൈവം, സ്തോത്രം, പ്രവാചകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. അവിടെ ഒരു ചോദ്യം ഉയരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ മുമ്പിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമോ? ഇതിനകത്തൊരു ദൈവിക ശക്തി ചലിക്കുമോ? ഇതിനകത്ത് എന്തെങ്കിലും നിനക്ക് വിടുതൽ ലഭിക്കുവാനായിട്ട് കഴിയുമോ എന്ന് കടന്നു വരുന്ന ചില ചോദ്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ നോക്കി പ്രവചിക്ക. പ്രിയതേ മക്കളെ, സ്തോത്രം. അവിടെ ഒരു പ്രവചനത്തിന്റെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിതറിക്കിടക്കുന്നതായിരിക്കാം. ഇനി യാതൊരു പ്രതീക്ഷയുമില്ലായിരിക്കാം. പക്ഷേ നീ ചിലതിനെ നോക്കി പ്രവചിക്കാൻ തുടങ്ങ്. ചിലതിനെ നോക്കി നെഗറ്റീവ് കമാൻഡ് പറയാതെ, ഹല്ലേലൂയ, ഇത് ജീവിക്കും, ഇതിനകത്തുനിന്നൊരു വിടുതലുണ്ട്, ഈ ബിസിനസ്സിനകത്ത് നിന്ന് ഒരു ഉയർച്ച ഉണ്ടാകും, എന്റെ ഈ രോഗത്തിൽ നിന്ന് ഞാൻ ഒരു വിടുതൽ പ്രാപിക്കും, മരിച്ചു പോകേല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും, എന്റെ തലമുറകൾ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത വഴികൾ തുറക്കപ്പെടും. ഇങ്ങനെ നാം പ്രവചിക്കാൻ നോക്കുക. ഹല്ലേലൂയ. അവരെ നോക്കി പരാജയങ്ങൾ പറയാതെ, തോൽവികൾ പറയാതെ, നെഗറ്റീവുകൾ പറയാതെ, അവരുടെ ഇന്നത്തെ സാഹചര്യം ചിലപ്പോൾ ചിതറിക്കിടക്കുന്ന അനുഭവമായിരിക്കാം. നിന്റെ മേലുള്ള വെളിപ്പാടിനോ ഇല്ലെങ്കിൽ ദൈവം നിന്റെ മേൽ കൈമാറിയ ദർശനത്തിനോ ഒത്തായിരിക്കില്ല ഇന്ന് അവരുടെ നടപ്പ്. പക്ഷേ നീ അവരെ നോക്കി, ആ സിറ്റുവേഷനെ നോക്കി നെഗറ്റീവ് പറയാതെ നീ അവരെ നോക്കി പ്രവചിക്ക. ഇവനില്ലെങ്കിൽ ഇവൾ ഹല്ലേലൂയ നാളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, എന്റെ കർത്താവിന് വേണ്ടി നിൽക്കും, ഇവൾ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടും എന്ന് നോക്കി നാം പ്രവചിക്കുവാൻ തുടങ്ങുക. നമ്മുടെ നാവിന്മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അത് പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ അവയെ നോക്കി പ്രവചിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ കാണുവാൻ സാധിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ചു പിടിപ്പിച്ച് നിങ്ങളുടെ തൊക്ക് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഈ പറഞ്ഞ ഈ ശബ്ദത്തെ അതേ രീതിയിൽ ഹല്ലേലൂയ ഒരു പ്രവചന ശബ്ദമായിട്ട് പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു മുഴക്കം കേട്ട്. ഹല്ലേലൂയ. നീ കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് കേൾക്കുന്ന ചില ദൈവ ശബ്ദം നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിഷയത്തിനകത്ത് ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധികൾ കടന്നു വരുമ്പോ, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുമ്പോ അതിനെ നോക്കി സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവ പൈതലെ, ദൈവസനെ മുഴങ്കാലം മടക്കാനിരിക്കുന്ന ദൈവ പൈതലെ, നീ കേൾക്കുന്ന ദൈവ ശബ്ദത്തെ നീ പ്രവചിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. താൻ കേട്ടതായ പ്രവചന ശബ്ദത്തെ താൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ അവിടെ ഒരു മുഴക്കം കേട്ടു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നെഗറ്റീവുകൾ പറയുന്നത് മാറ്റിയിട്ട് നീ കേട്ട ദൈവ ശബ്ദത്തെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിനകത്തേക്ക് പ്രവചന ശബ്ദമായി നീ പ്രവചിക്കാൻ തുടങ്ങുമ്പോ ചിലത് ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീര, ചിലത് ചൈതന്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ സാഹചര്യമാ പലപ്പോഴും നമ്മെ വിട്ട് പലതും പറയിപ്പിക്കുന്നത്. പക്ഷെ സാഹചര്യത്തെ അല്ല, നിന്നോട് കേൾപ്പിച്ചതായ ദൈവ ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചു കറിഞ്ഞു കൊണ്ട് ആ ദൈവ ശബ്ദത്തിനൊത്തവണ്ണം നീ പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. ചിതറിക്കിടന്ന
അസ്ഥികളാ. ഹല്ലേലൂയ. അവിടെ സ്തോത്രം നീ പ്രവാചകൻ പ്രവചിക്കുവാൻ തുടങ്ങിയപ്പോ അസ്ഥിയോട് വന്ന് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം ചെയ്ത ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നീ പ്രവചിച്ചു തുടങ്ങുമ്പോ, നീ ചിലത് വിളിച്ചു പറയുവാനായിട്ട് ഇടയത്തിരുമ്പോ, ആ വാക്കിന്റെ മുമ്പിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും. ഹല്ലേലൂയ. നാം ചെയ്യേണ്ടത് ചെയ്യുക, നാം പറയേണ്ടത് പറയുക, നാം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക. വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. ഹല്ലേലൂയ. 2026 അങ്ങനെ ഒരു പ്രൊഫറ്റിക് തലം നമ്മുടെ മേൽ തുറക്കട്ടെ. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി വിശ്വാസത്തോടെ ചെയ്യുക. ഞാനും നിങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. അവിടെ ചിലതൊക്കെ സംഭവിക്കാനായിട്ട് ഇടയായി തീരുന്നത് അവിടെ കാണാൻ സാധിക്കുന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പ് മാംസം വന്നതും അവിടെ മേൽ തൊക്കു പൊതിഞ്ഞത് കണ്ടു, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. പ്രിയതേ മക്കളെ, പ്രവചിച്ചവൻ കണ്ടു തുടങ്ങി ചിലതൊക്കെ വന്നു ചേരുന്നത്. ഇന്ന് നീ ചിലതിനെ നോക്കി പ്രവചിക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതേ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഇടത്തായിരിക്കാം. പക്ഷെ ചിലതൊക്കെ വന്നു ചേരുന്നത്, ചിലതൊക്കെ ചലനങ്ങൾ സംഭവിക്കുന്നത്, ചിലതൊക്കെ വന്ന് ചേരുന്നത് നിന്റെ കണ്ണുകൊണ്ട്, പറയുന്നവന്റെ കണ്ണുകൊണ്ട്. അവിടെ കാണുവാൻ അതാ സാധിക്കുന്നത്. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞത് കണ്ടു. പ്രവചിച്ചവൻ ചിലത് കാണും. പ്രാർത്ഥനാ റൂമിനകത്ത് കേട്ട ദൈവ ശബ്ദത്തെ നാം പ്രവചിക്കുവാൻ തുടങ്ങുമ്പോ, നാം അത് പ്രഖ്യാപിക്കുവാൻ തയ്യാറാക്കുമ്പോ, നാം അത് ഡിക്ലെയർ ചെയ്യുവാൻ തയ്യാറാകുമ്പോ, ആ പറഞ്ഞവന്റെ കണ്ണുകൊണ്ട് തന്നെ ചിലത് കണ്ടു തുടങ്ങുന്ന സമയമത്രേ. ഹല്ലേലൂയ. എന്നാൽ അവ ശ്വാസമില്ലാതിരുന്നു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കാറ്റിനോട് പ്രവചിക്ക. അടുത്ത് ഹല്ലേലൂയ, നീ ചിലത് പറഞ്ഞു തുടങ്ങുമ്പോ അടുത്ത് ദൈവശബ്ദങ്ങൾ കേൾക്കും. നീ അടുത്ത സ്റ്റെപ്പ് എന്താ വയ്ക്കേണ്ടത്? അതേ സ്തോത്രം. ഹല്ലേലൂയ. പകുതി തരികയല്ല, പൂർത്തീകരണം വെളിപ്പെടേണ്ടതാണ്. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം കൂടെ പൂർത്തീകരണത്തിനായിട്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു. വീണ്ടും പ്രവചിച്ചപ്പോ കാണാൻ സാധിക്കുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. കാറ്റിനോട് പ്രവചിക്ക, ജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടി ഈ പകൽക്കാലം. ഹല്ലേലൂയ. നാം നടന്നു പോകുമ്പോ, നാം യാത്ര ചെയ്യുമ്പോ വെറുതെ പോകാതെ നാം ചിലതിനെ നോക്കി പ്രവചിക്കുക, നാം ചിലതിനെ നോക്കി ഡിക്ലെയർ ചെയ്യുക. പ്രിയ ദൈവമക്കളെ, കാറ്റിനോട് പ്രവചിക്കാനായിട്ട് കേട്ടതായ ആ ദൈവശബ്ദത്തിന്റെ മുമ്പേ കാറ്റിനോട് പ്രവചിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് യഹോവയെ കർത്താവ് ഇപ്രകാരം അറിയിച്ചു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു കാറ്റ് അവരുടെ മേൽ ഊതുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, ശ്വാസം അവരുടെ മേൽ വന്നു. അവൻ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായിട്ട് നിവർന്ന് നിന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ചിതറിക്കിടന്നതാ. അതെ, ഇവർ ജീവിക്കുമോ എന്നൊരു ചോദ്യം തന്റെ മുമ്പിൽ കടന്നു വന്നതാ. പക്ഷെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അതെ, കേട്ടതായ ദൈവ ശബ്ദത്തെ അതേ രീതിയിൽ പ്രവചിക്കുവാൻ തയ്യാറായപ്പോ അസ്ഥിയോട് മാംസത്തോട് വന്നു ചേർന്നു. പക്ഷെ ശ്വാസമില്ലാതിരുന്നു. വീണ്ടും കാറ്റിനോട് പ്രവചിക്ക എന്ന് പറഞ്ഞപ്പോ, കാറ്റിനോട് പ്രവചിക്കുവാൻ തയ്യാറായപ്പോ 4 ദിശകളിൽ നിന്ന് കാറ്റ് ഊതി. ഹല്ലേലൂയ. അതേ സ്തോത്രം. ജീവനുള്ളതായി ഒരു വലിയ സൈന്യമായി നിവർന്നു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്തോത്രം, നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവേ പലത് ചിതറിക്കിടക്കുന്ന അനുഭവമായിരിക്കാം. ഒന്നിനോട് ഒന്ന് ചേരാനായിട്ടുള്ള സാധ്യതയില്ലായിരിക്കാം, ഒരു വിടുതൽ നടക്കാനായിട്ടുള്ള സാധ്യതയില്ലായിരിക്കാം. പക്ഷേ കേട്ടതായ ദൈവ ശബ്ദത്തെ നീ അതിന്റെ മുമ്പിൽ പ്രവചിക്കാൻ തുടങ്ങ്. അതനുസരിച്ച് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങ്. നീ ഒരു വലിയ സൈന്യത്തെ കാണാൻ പോകുക. നിന്റെ മുമ്പിൽ ചിലർ നിവർന്ന് നിൽക്കാൻ പോകുക. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയ ഒരു കാറ്റിനെ അടുപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷകൾ നശിച്ച വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവർത്തിക്കായി എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിപ്പിക്കും. ഞാൻ 3 കാര്യം പറയാനിട്ടിടയെ തീർന്നു. ഒന്ന്, നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കാടയെ പാളയത്തിന് മുമ്പിൽ നിർത്തേണ്ടതിനായിട്ട് തന്റെ ശക്തിയാ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു.
ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കന്റെ മുമ്പിൽ നിന്ന് ഭയപ്പെട്ടപ്പോ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് ചെങ്കണ്ണെ വേർപിരിച്ചു. ഹല്ലേലൂയ. ഉണങ്ങിയ നിലത്തുകൂടി അവർ വാഗ്ദത്തത്തിലേക്ക് കടക്കാനിട്ടിടയെ തീർന്നു. മൂന്നാം ഞാൻ പറഞ്ഞു, ഉണങ്ങി കിടന്ന സ്തോത്രം അസ്ഥിത്താൽവരുടെ നടുവിൽ കണ്ട ദർശനത്തിന്റെ മുമ്പാകെ പ്രവാചകൻ പ്രവചിക്കുവാൻ തുടങ്ങിയപ്പോ 4 ദിക്കുകളിൽ നിന്ന് കാറ്റുകൾ വന്നു ഊതി ആ നിഹതന്മാർ ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, 2026 നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട്, നീ വാഗ്ദത്തത്തിലേക്ക് കടക്കേണ്ടതിനു വേണ്ടി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വഴിക തുറക്കേണ്ടതിനായിട്ട്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് യഹോവയായ ദൈവം, സ്വർഗത്തിലെ ദൈവം തന്റെ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം അടിപ്പിക്കും. ഹല്ലേലൂയ. അതെ, ചിലതൊക്കെ ജീവിക്കും പ്രിയ ദൈവമക്കളെ, ചില വഴികൾ തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരായി സ്തോത്രം വാ പിളർന്ന് നിൽക്കുന്ന ചെങ്കടലുകൾ 2ആയി വേർപിരിഞ്ഞു മാറുവാനായിട്ടിടയത്തിരാം. സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ഹല്ലേലൂയ ചിലതിനെ നിങ്ങളുടെ മുമ്പാകെ അതേ സ്തോത്ര കാടകളെ കൊണ്ടുവന്ന് നിർത്തി പാളയത്തിന്റെ മുമ്പാകെ നിർത്തി കൊടുത്തതായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ പൊഴിച്ചു തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളത്തെ അവസ്ഥകളെ ദൈവം മാറ്റും. അതിനുവേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമുള്ളൂ, തന്റെ കാറ്റിനെ അടുപ്പിച്ചു. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സ്വർഗീയമായിരിക്കുന്ന ചില കാറ്റുകളെ അടുപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ആശകൾ അറ്റുപോയി, പ്രതീക്ഷകൾ കൈവിട്ടു പോയിടത്ത് ദൈവപ്രവർത്തിക്കായിട്ട് തന്റെ ജനത്തിനു വേണ്ടി കാറ്റുകളെ അടുപ്പിച്ച് കർത്താവെ ചെങ്കടനെ പിളർന്നു കൊടുത്തതായ ദൈവം, കാടയെ കർത്താവെ അവരുടെ പാളയത്തിന് ചുറ്റിലും കൊണ്ടുവന്ന് നിർത്തിയതായ ദൈവം, ഉണങ്ങിയ താഴ്വരയിൽ ദർശനം കണ്ട പ്രവാചകൻ പ്രവചിച്ചപ്പോ അതേ 4 ദിക്കുകളിൽ നിന്ന് കാറ്റുകൾ അടുപ്പിച്ച് നിഹതന്മാർ ജീവിച്ച ഒരു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നതുപോലെ തന്റെ ജനത്തിന്റെ മേൽ നടക്കേണ്ട സകല വിടുതലിനു വേണ്ടി ഒരു സ്വർഗത്തിലെ കാറ്റിനെ ഈ പകൽക്കാലം അടുപ്പിക്കണമേ. തന്റെ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്, തന്റെ ശക്തിയാ. ഹല്ലേലൂയ. അപ്പൊ അങ്ങയുടെ ശക്തി, അങ്ങയുടെ കാറ്റിനെ തന്റെ ജനത്തിന് വേണ്ടി ഊതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഇവർ വലിയൊരു സൈന്യമായി നിവർന്നു നിൽക്കട്ടെ കർത്താവേ. ഇവരുടെ മുമ്പാകെ വഴിക തുറക്കട്ടെ കർത്താവേ. ഇവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റട്ടെ. ഇവരെ തൃപ്തി പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് അവർക്ക് കൊടുത്തതുപോലെ ഈ പൽക്കല ചില മേഖലയ്ക്കൊക്കെ തൃപ്തിയാകേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ചിലതിനെ വർഷിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഈ പൽക്കാലം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.